95ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത്. हमने 95 भजन संगीता को पढ़ा. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. बहुत ही एक आशीषित वचन है. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. इस वचन को दाऊद ने लिखा है. എബ്രായർ 4:7 അത് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. इब्रानियों की किताब 4:7 में इसके बारे में लिखा हुआ है. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വലിയൊരു മുന്നറിയിപ്പാണ്, ഒരു താക്കീതാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. इसमें इस्राएलियों को जो परमेश्वर ने कुछ बातों को पहले से बताया था. ഈ സങ്കീർത്തനത്തിൽ ഇസ്രായേൽ നശിച്ചുപോയ ഇസ്രായേലിനെ കുറിച്ച് ഇവിടെ കാണുവാൻ കഴിയും. जो नष्ट हुआ हुआ इस्राएल था उसके बारे में इस भजन संगीता में लिखा हुआ है. നമ്മൾ ദൈവത്തെ വളരെ ഭയപ്പെടണം. हम लोग परमेश्वर के सामने बहुत भयभीत रहना चाहिए. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകത്തില്ല. हम लोग परमेश्वर के बच्चे हैं इसलिए हम स्वर्ग में नहीं जाएंगे. ദൈവവചനപ്രകാരം ജീവിച്ചാലേ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. अगर हम परमेश्वर के वचन के अनुसार जिए तभी हम स्वर्ग जा सकते हैं. ദൈവമക്കളെന്ന പേരോടുകൂടി ഇരുന്ന് നമ്മൾക്ക് സ്വർഗ്ഗത്തിൽ പോകുവാൻ കഴിയത്തില്ല. हम परमेश्वर के बच्चे हैं ये कहकर हम स्वर्ग में नहीं जा सकते. ദൈവവചനം എന്തു പറയുന്നത് അനുസരിപ്പാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകുവാൻ കഴിയത്തുള്ളൂ. जो परमेश्वर के वचन में लिखा है उसके मुताबिक अगर हम आगे चलते हैं और उन बातों को मानते हैं तभी हम स्वर्ग जा सकते हैं. ഈ സങ്കീർത്തനത്തിലെ പ്രധാന വാക്യം എന്ന് പറയുന്നത് അതിന്റെ 6ാമത്തെ വാക്യമാണ്. ഹിന്ദി में और मलयालम में पढ़ो. इस वचन में जो 6वां आयत है वो पढ़ेंगे. आओ हम झुककर दंडवत करें और अपने कर्ता यहोवा के सामने घुटने टेकें. ദൈവത്തെ ആരാധിക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. जो भजन संगीता लिखने वाला है वो हमसे कहता है कि हम परमेश्वर को दंडवत करें. അതിന്റെ കാരണങ്ങളും എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്നും ഈ സങ്കീർത്തനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. इस वचन में ही लिखा है कि हम परमेश्वर की आराधना क्यों करना है. 1ാമത്തെ വാക്യത്തിൽ കാണുന്നു, पहले वचन में लिखा है വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, ആ സങ്കീർത്തനങ്ങളോട് അവനെ ഘോഷിക്കുക. आओ हम यहोवा के लिए ऊंचे स्वर से गाएं, अपने उद्धार की चट्टान का जय जयकार करें. हम धन्यवाद करते हुए उसके सन्मुख आए और भजन गाते हुए उसका जय जयकार करें. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക. वचन में लिखा है कि आओ ऊंचे स्वर से परमेश्वर की महिमा നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നമ്മൾ ആർപ്പിടുക. जो हमारा उद्धार का चट्टान है उसे जय जयकार करो. 2ാമത്തെ വാക്യത്തിൽ ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത് എങ്ങനെയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. दूसरे वचन में लिखा है कि हम परमेश्वर की उपस्थिति में कैसे आना है. എഫേസ്യർ 5:18, एफेसियों की किताब 5:18 में, കൊലോസ്യർ 3:16 വായിക്കണ്ട. कोलोस्सियों 3:16 में ഈ വാക്യങ്ങളിലും പൗലോസ് എടുത്തെഴുതിയിട്ടുണ്ട്. इन वचनों में पौलुस ने ऐसा लिखा है ദൈവസന്നിധിയിൽ ദൈവമക്കൾ എങ്ങനെ കടന്നു ചെല്ലണമെന്ന്. परमेश्वर के बच्चे उसकी उपस्थिति में कैसे आना है. ഞാൻ പ്രാർത്ഥന പറഞ്ഞു, പഴയ നിയമത്തിൽ വെറും കൈയോടെ ദൈവസന്നിധിയിൽ ചെല്ലുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. जैसे पुराने नियम में लिखा है कि जो प्रार्थना के लिए आता है वो अपने हाथ में बिना कुछ लिए आता है वो शपित है. ഇസ്രായേൽ എല്ലാവർക്കും അവർ ആലയത്തിൽ എല്ലാ ദിവസവും കടന്നു പോകുവാൻ കഴിയത്തില്ല. वहाँ पे हर एक दिन परमेश्वर के भवन में नहीं जा सकते. ഇന്നുള്ളതുപോലെ പല ദേവാലയങ്ങൾ അന്നില്ലായിരുന്നു, പല ആരാധനാലയങ്ങൾ അന്നില്ലായിരുന്നു. जैसे अभी आराधनालय बहुत सारी हैं वैसे उस टाइम पे बहुत सारी आराधनालय नहीं थी. അന്ന് ഇസ്രായേലിന് യെരൂശലേമിൽ ഒറ്റ ആലയം മാത്രമേ ഉള്ളായിരുന്നു. यरूशलेम में सिर्फ एक ही परमेश्वर का भवन था. പിന്നെ അവർക്ക് കൂടി വരുവാൻ അവരുടെ ഇടങ്ങളിൽ സിനഗോഗ് എന്ന് പറയുന്ന അവരുടെ ചെറിയ ചെറിയ പള്ളികളാണുള്ളത്. और आगे छोटे छोटे मतलब एक तंबू जैसे बना रखे थे जहाँ पे वो लोग आ सकते थे. അവിടെ ന്യായപ്രമാണം വായിക്കാൻ അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കുകയുള്ളായിരുന്നു. वहाँ पे कुछ बातों को ही उनको समझाया जाता था. എന്നാൽ ഇസ്രായേലിനോട് പ്രമാണം എന്ന് പറഞ്ഞാൽ ആണ്ടിൽ ഒരിക്കലെങ്കിലും അവർ ആലയത്തിൽ ചെന്നിരിക്കണം. पर जैसे इस्राएलियों के लिए था कि वो एक बार भी यरूशलेम के उस आलय में जाना है. അത് ഇസ്രായേൽ ദേശത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ആണ്ടിൽ ഒരിക്കൽ അവർ ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലും. इस्राएल के किसी भी भाग में वो हो उनको एक बार वहाँ पे जाना ही है. അപ്പോൾ അവർക്ക് വെറും കൈയോടെ ചെല്ലുവാൻ അനുവാദമില്ല. वो बिना हाथ में कुछ लिए नहीं जा सकते. വെറും കൈയോടെ ചെന്നാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് ന്യായപ്രമാണം പറയുന്നത്. अगर वो खाली हाथ जाते हैं तो वचन में लिखा है कि वो लोग ശാപിत है. അതുകൊണ്ട് ദൈവത്തിന് അർപ്പിക്കുവാൻ അവരുടേതായിരിക്കുന്ന പരിവസ്ഥിതി അനുസരിച്ച് കാളയോ ആടിനെയോ അല്ലെ പ്രാവും കുഞ്ഞിനെ കുറുപ്രാവിനെ എന്തെങ്കിലും ദൈവത്തിന് കൊണ്ടുപോകും. वो लोग इसलिए जब परमेश्वर के आलय में जाते हैं तो वो लोग कुछ ना कुछ परमेश्वर को भेंट चढ़ाने के लिए लेकर जाया അതുകൊണ്ട് മഹാപുരോഹിതന്റെ കരങ്ങളിൽ കൊടുക്കും. वो जाके वहाँ पे जो पुरोहित थे उनके हाथ में देते थे. മഹാപുരോഹിതൻ അതിനെ യാഗം കഴിച്ചിട്ട് വന്ന് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരും.
वो जो भी भेंट वो देते थे उसको लेके प्रार्थना करके उनको फिर आशीष करते അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ അവർ വീടുകളിലേക്ക് മടങ്ങി പോകുവാൻ ഇടയായി തീരും. और फिर वो खुशी के साथ वापस अपने अपने घर चले जाते. എന്നാൽ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ അക്ഷരീയമായ വസ്തുക്കളെ കൊണ്ട് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. पर नए नियम में ऐसा लिखा है कि तुम ऐसी बहुत सी वस्तुएं जिससे तुम परमेश्वर को प्रसन्न नहीं कर सकते. ദൈവം തരാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. परमेश्वर का सब जो भी है परमेश्वर का दिया हुआ नहीं है. നമ്മുടെ ധനങ്ങളും സമ്പത്തുകളും അനുഗ്രഹങ്ങളെല്ലാം ദൈവം തന്നതാണ്. जो भी धन संपत्ति जो भी हमारे पास है वो सब परमेश्वर का दिया हुआ है. അതിന്റെ ഭാഗങ്ങൾ വചനപ്രകാരം ദൈവിക അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. हम लोग वो वचन के अनुसार हम उसका छोटा सा भाग हम परमेश्वर को देते हैं. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ യാഗമർപ്പിക്കുവാൻ യാഗവസ്തുക്കളെ കൊണ്ട് നാം കടന്നു വരണം. पर जब हम परमेश्वर के भवन में आते हैं तो हम बलि और भेंट के लिए कुछ लेकर आना चाहिए. അപ്പോൾ പുതിയ നിയമത്തിലെ യാഗവസ്തുവാണ് സ്തോത്രം എന്ന് പറയുന്നത്, സ്തുതി ആരാധന എന്ന് പറയുന്നത്. जो नया नियम का जो हम परमेश्वर को जो धन्यवाद बलि चढ़ाते हैं वो है परमेश्वर की स्तुति आराधना और महिमा जो हम करते हैं. ഇതൊക്കെ വളരെ വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങി പോകുന്നില്ല. इस बारे में बहुत विस्तार से बताया है तो मैं इसमें और അപ്പോൾ ദൈവസന്നിധി കടന്നു വരേണ്ടത് സങ്കീർത്തനങ്ങളോടെയാണ്, സ്തോത്രത്തോടെയാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടത്. हम परमेश्वर के भवन में स्तुति आराधना और महिमा के साथ आना है. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് വേണം ആലയത്തിലേക്ക് കടന്നു വരുവാൻ. हम जब घर से निकलते हैं और परमेश्वर के भवन तक जब तक हम आते तो परमेश्वर को धन्यवाद बोलते हुए आना. അവന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ അവന്റെ പ്രകാരങ്ങളിൽ സങ്കീർത്തനത്തോടെ നാം കടന്നു വരണം. उसके भवन में जब आते हैं तो हम धन्यवाद और उसके भजन को गाते हुए आना चाहिए. എഫേസ്യർ 5:18 ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ ലേഖനം 5:18 തോന്നുന്നു, വായിച്ചു നോക്കിക്കേ. एफेसियों 5:18 ആ ആ ആ ആ മതി മോളെ, ഹിന്ദി വായിച്ചേട്ടെ. എഫേസ്യർ 5:18 दाखरस से मत वाले ना बनो क्योंकि इससे लुचपन होता है. എഫേസ്യർ 5:18 हाँ. पर आत्मा से परिपूर्ण होते जाओ और आपस में भजन और स्तुति गान और आत्मिक गीत गाया करो. മതി. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരേണ്ടത്, हम परमेश्वर के भवन में इस प्रकार आना है. എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടതെന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. यहाँ पे लिखा है कि परमेश्वर के भवन में हमें कैसे आना चाहिए. എങ്ങനെയാണ് സ്തുതികളും ആരാധനകളും അർപ്പിക്കേണ്ടതെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. वहाँ पे लिखा है कैसे भजन और स्तुति गान हमें परमेश्वर ആത്മാവ് നിറഞ്ഞവരായിട്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. हम आत्मा में भरकर परमेश्वर की आराधना करना है. യേശു ക്രിസ്തു പറഞ്ഞു, यीशु मसीह ने कहा, സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. जो सत्य वचन को मानने वाले लोग हैं वो लोग परमेश्वर को सत्य के साथ ही आराधना करते അപ്പോൾ हैं. ദൈവമക്കൾ, പുതിയ നിയമവിശ്വാസികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. जो नए नियम के जो विश्वासी लोग हैं वो परमेश्वर की उपस्थिति में उनके आत्मा में भरकर आराधना करना. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. जो उद्धार पाए हुए और बपतिस्मा लिए हुए व्यक्ति हैं उनके ऊपर परमेश्वर की पवित्र आत्मा है. അഭിഷേകം വേറെ വിഷയം, ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. अभिषेक एक अलग बात है. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. उस पवित्र आत्मा में हमें भरना है. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് വേണം ദൈവത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുവാൻ. हम पवित्र आत्मा में भरकर परमेश्वर की स्तुति और महिमा को കാരണം चढ़ाना है. ദൈവം ആത്മാവാകുന്നു. क्योंकि परमेश्वर आत्मा है. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണം. इसलिए वचन में लिखा है उसको जो स्तुति और महिमा देते हैं वो पवित्र आत्मा में भरे हुए होने चाहिए. അപ്പോൾ സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ. സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, പാട്ടിന്റെ 3 ഭാഗങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. वहाँ पे गाने के बारे में 3 बातों को लिखा है. ഒന്ന് നമ്മൾ പാട്ട് പാടുന്ന സാധാരണ പാട്ട്, एक गाना है जो हम मतलब बहुत सिंपल तरीके से गाते हैं. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആത്മാവിൽ സ്തോത്രം പാടുന്നത്. और एक हम आत्मा में भरकर ആ गाते हैं. പാട്ട് പാടിക്കഴിയുമ്പോൾ നമ്മൾ സ്തോത്രം അതാണ് യഥാർത്ഥ ആരാധനകൾ വെളിപ്പെടുന്നത്. और हम गाना गाने के बाद हम धन्यवाद करके जो आराधना करते हैं അപ്പോൾ वो ही आराधना പാട്ട് പാടുന്ന എല്ലാ വിശ്വാസികളും അവസാനത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം. Praise the Lord. जो गाना गा के परमेश्वर की आराधना करते हैं वो आखिर में परमेश्वर को धन्यवाद അതാണ് करके आराधना സ്തുതി ഗീതങ്ങൾ എന്ന് പറയുന്നത്.
वही स्तुति गीत कहते हैं। അതാണ് പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ സ്തുതിച്ചു പാടി തുടങ്ങിയത്. वही पौलुस और शीलास ने बंदी गृह में उनने गाना गाया। ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ പാട്ടുകൾ പാടി हम अपने अपनी भाषाओं में गानाओं को അതിന്റെ गाकर അവസാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ हम जब आखिर में आते हैं, ദൈവത്തെ സ്തുതിക്കുന്ന ആരാധനയാകുന്ന സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിക്കണം. जो परमेश्वर जिस स्तुति और महिमा के योग्य उसको वो ഇവിടെ നമ്മുടെ चढ़ाना है। ആരാധനയിൽ സങ്കീർത്തനം ഉണ്ടായിരിക്കണം. സങ്കീർത്തനങ്ങൾ, हमारे जो गाना है उसमें परमेश्वर का भजन होना चाहिए। സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ വിവർത്തനം എന്ന് പറയുന്ന സംഗീത ഉപകരണത്തിന്റെ സഹായത്തോടെ പാട്ടുപാടുക. भजन का मतलब है कि हम परमेश्वर ने जो मतलब 10 तार वाले जो वीणा वगैरह दिया उनके साथ आराधना करते അതേ हैं। കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന നിങ്ങളിൽ ഓരോരുത്തർക്ക് സങ്കീർത്തനമുണ്ട്. पौलुस ऐसा कहता है कि आप में एक एक व्यक्ति के पास वो इंस्ट्रूमेंट्स हैं। ദൈവമക്കളെ, നമ്മൾ വിചാരിക്കും എന്റെ കയ്യിൽ എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് ഉള്ളതെന്ന്. हम लोग सोचते हैं कि हमारे हाथ में क्या है। ഇൻസ്ട്രുമെന്റിന്റെ സങ്കീർത്തനങ്ങളോട് ദൈവത്തിന് പാടണമെന്നാണ് ദൈവവചനം പറയുന്നത്. परमेश्वर के वचन में लिखा है कि जो जो इंस्ट्रूमेंट्स हैं उनके साथ आप में പഴയ आराधना നിയമത്തിൽ करें। ദാവീദും മറ്റും ദൈവത്തെ ആരാധിച്ചിരുന്നത് വീണ കൊണ്ട് വിവിധങ്ങളാകുന്ന സംഗീത ഉപകരണങ്ങൾ കൊണ്ടാണ് പാടി ദൈവത്തെ ആരാധിച്ചിരുന്നത്. पुराने नियम में दाऊद जो है वो वीणा बजाकर परमेश्वर की आराधना എന്നാൽ करता ദൈവമക്കൾ, था। നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്ന് ഓർഗൻ വായിക്കുവാൻ കഴിയത്തില്ല. पर हम लोग यहाँ पे हर एक व्यक्ति बैठ के एक इंस्ट्रूमेंट बजा के आराधना എന്നാൽ नहीं कर സംഗീത सकते। ഉപകരണത്തിന്റെ സഹായത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. पर हम उन चीजों को इस्तेमाल करके हम उसकी आराधना कर सकते അതാണ് हैं। 10 കമ്പിയുള്ള വീണ എന്ന് പറയുന്നത്. वही है 10 तार वाली वीणा। എല്ലാവർക്കും 10 കമ്പിയുള്ള വീണയുള്ളവരെല്ലാം ഒന്ന് കൈകളൊന്ന് പൊക്കിക്കേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. वाली वीणा है, वो हाथों को ഈ उठाएं। കരം എന്തിനാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്? ये हाथ परमेश्वर ने आपको क्यों दिया है? സങ്കീർത്തനത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ. उसके भजन के साथ उसका धन्यवाद അപ്പോൾ നമ്മൾ चढ़ाते हैं। സാധാരണ പാട്ടുപാടി तब हम एक साधारण गाना गाकर സങ്കീർത്തനമാകുന്ന ദൈവമക്കളെ 10 കമ്പിയുള്ള വീണ കൊണ്ട് നമ്മൾ കൈകളെ അടിച്ച് उसका स्तुति गान 10 तार वाली वीणाओं को बजा ആത്മാവിൽ നിറങ്ങി സ്തോത്രം ചെയ്യുമ്പോൾ वो आत्मा में भरकर उसकी आराधना करते हैं। ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. हमारे जीवन में परमेश्वर की അന്ധകാരത്തിന്റെ ശക്തികൾ തകരും. सारे दुष्शक्तियां दूर हो जाएंगी। പൗലോസും സീലാസും പാടി ആരാധിച്ചപ്പോൾ जब पौलुस और शीलास ने आराधना അവരുടെ किया, കൈകൾ കെട്ടിയിരിക്കുകയായിരുന്നു, उनके हाथ बंधे हुए थे, അവരുടെ കാലുകൾ उनके ബന്ധിച്ചിരിക്കുകയായിരുന്നു. पैर बंधे हुए थे। എന്നാൽ ദൈവത്തെ അവർ പാടുവാൻ തുടങ്ങിയപ്പോൾ, पर जब वो परमेश्वर की आराधना അവർ करने നാവ് लगे, കൊണ്ട് സ്തോത്രം പറയാൻ തുടങ്ങിയപ്പോൾ, जब अपने होठों से उन्हें स्तुति करना शुरू ഇവകളെ കഴിഞ്ഞ किया, ആഴ്ച പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയട്ടെ, पिछले हफ्ते जिस प्रकार कहा था मैं उस നിന്റെ प्रकार നാവിനെ ബന്ധിക്കുവാൻ അധികാരമുള്ള ഒരു ശക്തി ഇന്ന് ലോകത്തിലില്ല. आपके Praise the जी Lord. आपके मुंह को रोकने वाला कोई भी शक्ति नहीं है। അപ്പോൾ നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ നീ ആരാധിക്കുമ്പോൾ, जब आप अपने होठों से अपने जीभों से परमेश्वर की നാവ് आराधना കൊണ്ട് करेंगे, ദൈവത്തിന് സ്തുതി പറയുമ്പോൾ, जब आप परमेश्वर की स्तुति को നിന്റെ മേൽ करेंगे, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടും. आपके ऊपर पवित्र आत्मा की उपस्थिति प्रकट പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ होगी। जब पवित्र आत्मा की उपस्थिति प्रकट होगी, അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയുവാനിടയായി തീരും. सारी दुष्ट शक्तियां दूर हो जाएंगी। പൗലോസിന്റെ സീലാസിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. पौलुस और शीलास का उनका बंधन खुल गए, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. बंदी गृह के दरवाजे खुल गए, കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ ഇളകി. जो बंदी गृह के जो नींव थी वो हिल गई। ആരാധനയുടെ ശക്തി ദൈവവേദന മനസ്സിലാക്ക്. परमेश्वर की आराधना की यही शक्ति है। ദൈവമക്കൾ, ഈ ബലത്തോടെ നമുക്ക് ജയമെടുത്ത് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. इसी बल के साथ हम आगे बढ़ सकते हैं। അന്ധകാര ശക്തികളെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. हम एक दुष्टता से भरे हुए इस दुनिया में हम जी रहे പലപ്പോഴും ഞാൻ हैं। പറഞ്ഞിട്ട് എഫേസ്യർ 10 താഴോട്ട് വായിക്കുമ്പോൾ, जब एफएससी 10 के नीचे हम पढ़ेंगे ഒടുവിൽ तो കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. उसमें लिखा है परमेश्वर और उसके बल में हम शक्ति ദൈവമക്കൾ प्राप्त करेंगे। ദൈവത്തിന്റെ ബലത്തിൽ ബലപ്പെടണമെന്ന് ദൈവവചനം പറയുന്നു. परमेश्वर के वचन में लिखा है कि उसके बल में हम बलवंत होना है। ദൈവശക്തിയാൽ നിറയണമെന്ന് ദൈവവചനം പറയുന്നു. वचन में लिखा है कि उसकी शक्ति के द्वारा हम बलवंत हों। എന്തുകൊണ്ടെന്നാൽ അന്ധകാര ശക്തികളെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. वो इसलिए ऐसा कहता है क्योंकि हम दुष्टता से भरे हुए एक दुनिया में हम जी വചനം रहे हैं। പറയുന്നു, ഈ ലോകം ദുഷ്ടന്റെ പിശാചിന്റെ അധീനതയിലാണ്. परमेश्वर ऐसा कहता है कि ये जो दुनिया है ये दुष्ट के हाथ में है। യേശുവിനോട് പിശാച് പറയുകയാണ്, परमेश्वर शैतान से कहता है,
യേശുവിനോട് പിശാച് യേശുവിനോട് പറയുന്നു. शैतान यीशु से कहता है, മത്തായി 4 നമ്മൾക്ക് അത് കാണുവാൻ കഴിയും. मत्ती 4 में ऐसा लिखा है, യേശുവിന്റെ ഉപവാസമൊക്കെ കഴിഞ്ഞ് परमेश्वर का उपवास खत्म हुआ, യേശുവിന് വിശന്നിരിക്കുമ്പോൾ परमेश्वर को जब भूख लगती है, പിശാച് യേശുവിന്റെ അടുത്ത് വന്നു. शैतान यीशु के पास പല आता है, കാര്യങ്ങളൊക്കെ പറഞ്ഞു. बहुत सारी बातों को എന്നിട്ട് उसने പറയാണ്, बताया, ഇതെല്ലാം എങ്കൽ ഫലമേൽപ്പിച്ച്, ഇതെല്ലാം എന്റേതാണ്, എങ്കൽ और ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. शैतान कहता है कि ये सब मेरा है, എന്നെ വീണ് നമസ്കരിച്ച് ഇതെല്ലാം നിന്റേതാകും. अगर तू मुझे झुककर दंडवत करेगा तो ये सब तेरा हो മക്കളെ, ഈ जाएगा। ഭൂമി ദൈവം മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിരുന്നതാണ്. परमेश्वर ने ये संसार है, ये परमेश्वर ने मनुष्य के हाथ में दिया എന്നാ था। മനുഷ്യന്റെ കയ്യിൽ നിന്ന് പിശാച് തട്ടിയെടുത്തിരിക്കുകയാണ്, പിടിച്ചു പറിച്ചിരിക്കുകയാണ്. मनुष्य के हाथ से शैतान ने उसको छीन लिया ഇന്ന് है। ഈ ലോകം പിശാചിന്റെ കീഴിലാണ്. आज ये दुनिया शैतान के हाथ में അന്ധകാര ശക്തികളെ കൊണ്ടുറങ്ങി ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. है। इस दुष्टता से भरी हुई दुनिया में हम जीते നമ്മുടെ हैं। ഭാരതദേശം എന്ന് പറഞ്ഞാൽ हमारा जो भारत का देश है, പിശാചി ആരാധനയെ കൊണ്ട് നിറഞ്ഞൊരു ദേശമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ये जो भारत देश है, इसमें सबसे ज्यादा लोग शैतान की ആ आराधना സാധാരണ करते हैं। 30 കോടി ദൈവങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ദേശം എന്ന് പറയുന്നത്. 33 करोड़ देवताएं हैं यहाँ पे। ദൈവങ്ങൾ ഇത്ര അന്ധകാരത്തിന്റെ ശക്തി അവരുടെ ആരാധനയാൽ ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. वही अंधकार की शक्तियां यहाँ पे बढ़ती ही जा रही हैं। എന്നാൽ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്ന ഈ ശക്തികളെ ജയിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാൻ. पर हम जो परमेश्वर के बच्चे हैं, हम इन सब के ऊपर जयवंत प्राप्त करके हमें आगे बढ़ना है। എന്നാൽ ദൈവമക്കൾ, നമ്മൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. इसलिए हम परमेश्वर से डरना नहीं है। നമ്മുടെ ദൈവം എന്ന് പറയുന്നത്, हमारा जो परमेश्वर है, നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, हमने जो वचन पढ़ा उसका 3रा वचन, യഹോവ മഹാദൈവമല്ലോ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. क्योंकि यहोवा महान ईश्वर है, ऐसा लिखा അവൻ है। സകല ദേവന്മാർക്കും മീതെ രാജാവ് തന്നെ. और वो सब देवताओं के ऊपर महान राजा है। ദൈവമക്കളെ, നമ്മുടെ ദൈവമാണ് സർവശക്തനായ മഹാനായിരിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. जो हमारा परमेश्वर है वो महान राजा അപ്പോ है। സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന തന്റെ ജനത്തോടുകൂടെ ദൈവമുണ്ട്. जो महान Praise राजा the की Lord. आराधना करते हैं वो उसके हर एक बच्चे के साथ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ദൈവത്തിന് ഒരു ദുഷ്ടശക്തിക്ക് തൊടാൻ കഴിയത്തില്ല. हम आत्मा में बढ़ Praise के the Lord. अगर आराधना करें तो कोई दुष्ट शक्ति हमें ഇത് छू നമ്മൾ नहीं सकती। ദൈവസന്നിധിയിൽ വിശ്വസിക്കണം. ये हमें विश्वास करना ഞാൻ है। സർവശക്തിയുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. मैं सबसे महान राजा को मैं ഒരു आराधना ദുഷ്ടന്റെ करता हूं। ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. कोई भी दुष्ट शक्ति मुझे छू नहीं കാരണം सकती। എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വിശ്വാസിയെ നിന്റെ അകത്ത് ദൈവം പകർത്തിരിക്കുകയാണ്. आपको विश्वास करना है कि आपके अंदर एक पवित्र आत्मा है, परमेश्वर की आत्मा आपके अंदर बसती है। ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പഠിക്കുമ്പോൾ जब हम यूहन्ना 14 अध्याय पढ़ते हैं, യേശു സ്വർഗാരോഹണം ചെയ്യാനുള്ള സമയം തന്റെ പീഡനകാലത്തിന് മുമ്പേ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. वहाँ पे जब परमेश्वर मतलब स्वर्ग में जाने से पहले जब अपने पिता से बातचीत करता है तब लिखा है। യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇനി കാണുകത്തില്ല. पर यीशु मसीह ने कहा कि मैं अब तुम्हारे बीच में नहीं ഞാൻ रहूंगा। പിതാവിന്റെ അടുത്തേക്ക് കരേറി പോകാൻ പോകുകയാണ്. मैं अपने पिता के पास वापस जा रहा എന്നാൽ हूँ। ഞാൻ പോയ ശേഷം पर मैं जाने के बाद പരിശുദ്ധാത്മാവിനെ, സത്യത്തിന്റെ ആത്മാവിനെ അവൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. पर वो सत्य की जो पवित्र आत्मा है वो आपके लिए അവൻ भेजेगा। നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. वो आपको हर एक सच्चाई में आपको അപ്പോൾ चलाएगा। നമ്മളെ ഇന്ന് വഴി നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. जो आज हमें चला रहा है वो परमेश्वर की आत्मा है। पवित्र आत्मा है। പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ജയിക്കുന്ന ഒരു ശക്തി ലോകത്തിൽ ഇല്ലെന്ന് വിശ്വാസിയെ നീ മനസ്സിലാക്ക്. आप लोग को ये Yes. विश्वास करना चाहिए Praise जो the Lord. पवित्र आत्मा है वो ദൈവത്തിന്റെ कोई ശക്തി नहीं നിന്റെ कर അകത്തുണ്ടോ सकती। ഒന്ന് ശോധന ചെയ്യുക. क्या हमारे अंदर वो पवित्र आत्मा है? 2 കൊരിന്ത്യർ 4:7 പൗലോസ് പറയുന്നു, 2 कोरिन्थियों 4 के 11 में लिखा है, എങ്കിലും ഈ അത്യന്തപരമാകുന്ന ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ये जो अत्यंत शक्ति है ये हमारी नहीं है, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ये परमेश्वर का दान ഈ है। മൺകൂടാരത്തിലത്തെ പകർന്നിരിക്കുന്നത്. इस मिट्टी जैसे शरीर में परमेश्वर ने दिया है। 2 കൊരിന്ത്യർ 4:7 ഒന്ന് വായിച്ചാട്ട് 2 कोरिन्थियों 7 का 11 ആ ആ ദൈവമക്കളെ, പൗലോസ് പറയുന്നു, ഈ അത്യന്തപരമാകുന്ന ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിലുണ്ട്. वचन में लिखा है कि ये जो अत्यंत शक्ति है ये हमारा मिट्टी जैसे शरीर में परमेश्वर ദൈവമക്കളെ, ने दिया है। അത്യന്തമായ എന്ന് വെച്ചാൽ ദൈവമക്കളെ ഒരു ശക്തിക്കും ഒതുക്കുവാൻ കഴിയാത്ത പരിശുദ്ധാത്മ ശക്തിയെ
ये जो कोई और नष्ट ना कर सकने वाली ऐसी पवित्र आत्मा की जो शक्ति നമ്മുടെ है മൺശരീരത്തിൽ പകർന്നിരിക്കുകയാണ്. हमारे मिट्टी जैसे शरीर में അത് परमेश्वर ने दिया പഴയ है। ആ കാലഘട്ടത്തിലെ പശ്ചാത്തലത്തിലാണ് പൗലോസ് जो പറഞ്ഞിരിക്കുന്നത്. पुराने जो समय की बातों के हिसाब से लिखा है। ഇന്നത്തെ കണക്ക് ബാങ്കുകളോ ലോക്കറുകളോ ഒന്നും കിട്ടുന്ന കാലമല്ല അതെന്ന് പറയുന്നത്. उस वक्त बैंक लॉकर्स वगैरह नहीं हुआ വിലയേറിയ करते थे। രത്നങ്ങളും സ്വർണ്ണങ്ങളും വന്ന് സൂക്ഷിക്കുന്നത് മൺപാത്രത്തിന്റെ അകത്താണ്. जो बहुत कीमती चीजें थी वो लोग मटके में लोग ആ छुपा के रखते थे। പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നത് उस हिसाब से ഈ पौलुस कहता है ഭൂമിയിൽ വിലമതിക്കുവാൻ കഴിയാത്ത ഒരു അത്യന്തമായ ശക്തി ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിട്ടുണ്ട്. वही पौलुस कहता है कि जो सबसे कीमती है ऐसा एक पवित्र आत्मा की शक्ति परमेश्वर ने അതുകൊണ്ടാണ് हमें എന്റെ दी है। താഴോട്ടുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. इसके नीचे के वचनों में പല लिखा है വിധത്തിൽ ഞങ്ങൾ കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. हम बहुत बहुत परेशानियों को Praise झेलते the Lord. हैं पर हमें वो कुछ नष्ट नहीं करती ദൈവം ഒന്ന് हमारा। വായിച്ചാട്ടെ. മോളെ കണ്ട ഹിന്ദിയിലും വായിച്ചു. इधर? ആ 2 കൊരിന്ത്യർ 4:7. വായിച്ചോ അതായിട്ട് വായിച്ചോ. ആ ആ ആ മോനെ ഹിന്ദി കൂടെ വായിച്ചു. हम चारों ओर से क्लेश तो भोगते हैं पर हाँ। संकट में नहीं ആ पड़ते। നിർത്തി വാക്യം. ഇവിടെ പൗലോസ് പറയാണ്, പൗലോസ് പ്രകാരം പറയുന്നു, पौलुस इस प्रकार कहता है ഒന്ന് ഞങ്ങളുടെ മൺപാത്രത്തിൽ ദൈവശക്തിയുണ്ട്, जो हमारा मिट्टी का शरीर है उसमें ഞങ്ങളുടെ അകത്തൊരു അഭിഷേകമുണ്ട്, हमारे अंदर एक अभिषेक ഞങ്ങളുടെ है, അകത്തൊരു ആത്മാവുണ്ട്. हमारे अंदर एक आत्मा है, ആത്മാവുള്ളത് കൊണ്ട് കഷ്ടം വരത്തില്ലെന്ന് വചനം പറയുന്നില്ല. हमारे अंदर ऐसा ऐसा नहीं लिखा है कि एक आत्मा है इसलिए कष्ट नहीं आएगा। അത് ആത്മാവുള്ളത് കൊണ്ട് പരിശോധനകൾ വരത്തില്ലെന്ന് വചനം പറയുന്നില്ല. वहाँ पे ऐसा नहीं लिखा है कि ऐसी परिस्थितियां नहीं आएंगी जब आपको कष्ट न झेलना पड़े। ആത്മാവുള്ളത് കൊണ്ട് രോഗം വരത്തില്ലെന്ന് വചനം പറയുന്നില്ല. वचन में ये नहीं लिखा है कि आपके अंदर आत्मा है तो आपको कोई बीमारी नहीं आएगी। മക്കളെ, പൗലോസ് തന്നെ ശരീരത്തിൽ ഒരു രോഗിയായിരുന്നു. पौलुस अपने ही शरीर में एक रोगी था എന്നാൽ പൗലോസിന് പറയുവാൻ കഴിയുന്നത്, पर पौलुस ऐसा कहता എന്റെ है ശരീരത്തിൽ ദൈവശക്തിയുണ്ട്. मेरे शरीर में एक परिशुद्ध आत्मा की शक्ति എത്ര है। പേർക്ക് ഇന്ന് ഇവിടെ പറയുവാൻ കഴിയും? कितने लोग बोल सकते हैं എന്റെ അകത്തൊരു ശക്തിയുണ്ട്, मेरे अंदर एक शक्ति എന്റെ है, അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. मेरे अंदर एक पवित्र आत्मा है। നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? आपने उद्धार पाया നീ है, സ്നാനപ്പെട്ട വ്യക്തിയാണോ? आपने നിന്റെ അകത്ത് बपतिस्मा लिया है, പരിശുദ്ധാത്മാവുണ്ട്. आपके अंदर परिशुद्ध നിന്റെ आत्मा, അകത്ത് आपके പരിശുദ്ധാത്മാവുണ്ട്. अंदर पवित्र आत्मा है। കാര്യം എന്താ? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, रोमियो की किताब में पौलुस ദൈവാത്മാവിനല്ലാതെ ഒരു മനുഷ്യൻ യേശുവിനെ അംഗീകരിക്കുവാൻ കഴിയത്തില്ല, വായ്കൊണ്ട് ഏറ്റുപറയുവാൻ കഴിയത്തില്ല. जिसके अंदर पवित्र Yes. आत्मा है वो ही परमेश्वर का उद्धार पा അടുത്ത सकता പോലെ है। ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ. യെസ്, जिनको पवित्र ഹല്ലേലൂയ. आत्मा चलाती है वो परमेश्वर के बच्चे हैं। ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. जो परमेश्वर के बच्चे हैं उनके ऊपर ही पवित्र എത്ര आत्मा പേര് है। വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? എന്റെ മേൽ ദൈവാത്മാവുണ്ട്, किसके ऊपर पवित्र എന്റെ आत्मा മേൽ है? ദൈവാത്മാവുണ്ട്. मेरे ऊपर पवित्र आत्मा है। നീ ഇത്രത്തോളം നിലനിന്ന് നിന്റെ മേൽ ഒരു ദൈവശക്തി ഉള്ളത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ മനസ്സിലാക്കുക. आप लोग ये समझना है कि आज भी आप और मैं जीवित हैं तो वो सिर्फ पवित्र आत्मा की वजह എത്ര से। കഷ്ടങ്ങൾ കടന്നു വന്നു, कितने कष्ट आपके जीवन में എത്ര आए, അപകടങ്ങൾ കടന്നു വന്നു, कितने एक्सीडेंट आपके जीवन में എത്ര आए, രോഗങ്ങൾ കടന്നു വന്നു, कितनी बार आप रोगी हुए हैं, ഏതെല്ലാം ദുർഘട മേടുകളിൽ കൂടി നടന്നുപോയി. कितनी सारी दुर्घटनाएं आपके जीवन में നീ आई। തകർന്നില്ല കാര്യമെന്ത്? आप लोग नष्ट नहीं हुए നീ क्यों? ഉടഞ്ഞു പോയില്ല കാര്യമെന്ത്? आप नष्ट नहीं हुए നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്. कि आपके अंदर पवित्र आत्मा നിങ്ങൾ की शक्ति है। ദൈവത്തിന്റെ മന്ദിരമെന്നു. आप पवित्र आत्मा का मंदिर है। ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? आपके अंदर पवित्र आत्मा वास करती है क्या? ഈ അറിവ് ദൈവവൈതലേ നിനക്കുണ്ടായിരിക്കണോ? ये आप जानना है कि आपके अंदर 1 കൊരിന്ത്യർ 3:16 എഴുതിയിട്ടുണ്ട്, 1 कोरिन्थियों 3:16 में लिखा നിങ്ങൾ है, ദൈവത്തിന്റെ മന്ദിരം. तुम परमेश्वर का मंदिर हो। നീ ആരാണ്? आप कौन നീ हैं? ആരാണ് ദൈവവൈതലേ? आप कौन हैं? ദൈവത്തിന്റെ ആലയമാണെന്ന്. आप परमेश्वर का मंदिर है। നാം ദൈവത്തിന്റെ ആലയമാണ്. आप परमेश्वर के मंदिर हैं। ദൈവാലയത്തിൽ ആരാണ് വസിക്കുന്നത്? परमेश्वर के मंदिर में कौन അവിടെ रहता है? ദൈവമാണ് വസിക്കുന്നത്. वहाँ पे परमेश्वर रहता ദൈവം है। വസിക്കുന്ന ആലയത്തിൽ जहाँ परमेश्वर रहता है പിശാചിന് അവിടെ തൊടുവാൻ കഴിയത്തില്ല. शैतान उसको छू नहीं सकता। അന്ധകാര ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. दुष्ट शक्ति आपको छू नहीं ആ सकती। വിചാരം ശുദ്രമെന്ന് നിനക്ക് പറ്റത്തില്ല. कोई भी दुख आपके निकट नहीं ഇതാ आएगा। ധനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല.
आप कोई और जातियों में आप गिने नहीं जाएंगे। രാജാവ് അവരോട് കൂടെയുണ്ട്. आपका राजा आपके साथ നിന്റെ ദൈവം है। നിന്നോട് കൂടെയുണ്ട്. आपका परमेश्वर आपके साथ വിശ്വസിര് है। വിശ്വസിര്. आप लोग को എന്റെ विश्वास ദൈവം करना എന്നോട് है। കൂടെയുണ്ട്. मेरा परमेश्वर मेरे साथ है। പിശാച് കുറച്ചൊക്കെ പേടിപ്പിക്കും. शैतान कभी कभार डराता പുറത്തു है, നിന്ന് അവനെ ഒത്തിരി പേടിപ്പിക്കും. कभी कभार वो बहुत ज्यादा डराता അവൻ है। അലറുന്ന സിംഹം പോലെ നാം പത്രോസ് എഴുതിയിരിക്കുന്നത്. वो एक शेर की तरह वो हमें डराता है। ഈ മക്കൾ അവന്റെ തലയെ യേശു കാൽവറി തകർത്തു. परमेश्वर ने उसके सर को कुचल दिया। അലറുന്ന സിംഹത്തിന്റെ അണപ്പല്ലിനെ കാൽവറിയിൽ യേശു തകർത്തു. परमेश्वर ने उसको कालवरी पे पूरा नष्ट നിന്നെ किया കടിച്ചു है। കീറുവാൻ പിശാചിന് കഴിയത്തില്ല. वो आपको फाड़ कर नहीं खाएगा। നിന്റെ അകത്താരാണ് വാക്കുന്നത്? आपके अंदर कौन वास करता है? യഹൂദയുടെ ഗോത്രമായ ബാലസിംഹം ക്രിസ്തു നിന്റെ അകത്തുണ്ട്. ദൈവ പൈതലേ, जो परमेश्वर है वो आपके अंदर वास करता है। നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും कोई കഴിയത്തില്ല. शक्ति आपको छू നീ नहीं ആത്മാവിൽ सकती। നിറങ്ങി ദൈവത്തെ ആരാധീര്. आप आत्मा में भर के परमेश्वर की നീ आराधना करें। സ്തോത്രം പറ. आप धन्यवाद നീ बोले, സ്തുതി പറ. आप स्तुति करें। യേശുവിന്റെ രക്തം പറ. परमेश्वर का लहू से യേശുവിന്റെ बोले। രക്തം ജയമെന്ന് പറ. परमेश्वर के लहू की जय യേശുവിന്റെ बोले। രക്തത്തിന് പിശാചിന് പേടിയോ? परमेश्वर के लहू से शैतान को डर लगता നിനക്ക് है। പേടി വരുമ്പോൾ, जब आपको डर लगता നീ है, രാത്രി കിടന്നിറങ്ങുമ്പോൾ പേടി വരുമ്പോൾ, जब आप रात में सोते आपको डर നിന്റെ लगता ജീവിതത്തിന്റെ है, വഴികൾ പേടി വരുമ്പോൾ आपके जीवन में जब डर आता യേശുവിന്റെ है, രക്തം പറയണം. परमेश्वर का जय बोलना। യേശുവിന്റെ രക്തം, लहू, परमेश्वर के लहू की യേശുവിന്റെ जय। രക്തം. परमेश्वर के 10 लहू की പ്രാവശ്യം പറ, जय। യേശുവിന്റെ രക്തം. 10 बार बोले परमेश्वर യേശുവിന്റെ के लहू की രക്തം जय। ജയമെന്ന് പറ. परमेश्वर के लहू की जय യേശുവിന്റെ बोले। രക്തം ജയമെന്ന് പറ. परमेश्वर के लहू की जय പുതിയ बोले। നിയമത്തിലെ വിശ്വാസിയെ, आप परमेश्वर के विश्वासी लोग हो। യേശുവിന്റെ രക്തം കൊണ്ട് നിന്നെ മുദ്രയിട്ടിരിക്കുക. परमेश्वर के लहू से आपको ढाक दिया പുറപ്പാട് गया है। പുസ്തകം പഠിക്കുമ്പോൾ जब हम निर्गमन की पुस्तक അത് पढ़ते हैं, ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ രക്തം തളിച്ച കൂടാരത്തിൽ സംഹാരകന് ചെല്ലാൻ കഴിയത്തില്ല. जो बछड़े का जो खून के द्वारा एक चिन्ह को लगाया था, ദൈവമക്കളെ, പുറപ്പാട് 12 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ നമുക്ക് കഴിയും. जब निर्गमन 12 की किताब हम पढ़ते हैं, वहाँ पे लिखा മിസ്രയീമിൽ है, സംഹാരൻ കടന്നു വന്ന് എല്ലാം അവിടെ വലിയ നാശം ചെയ്യുകയാണ്. जब मिस्रैम में नष्ट करने के लिए एक दूत को भेजा, ഓരോ കുടുംബത്തിലെ ആദിജാതന്മാർ ചത്തു വീഴുകയാണ്. हर एक जगह के एक घर के एक बच्चे, അവിടെ മൃഗങ്ങളുടെ എല്ലാം കടിഞ്ഞു. ആദ്യത്തെ ജനിക്കുന്നതെല്ലാം മരിക്കുകയാണ്. जो वहाँ के पहलौटे थे वो सारे मृत्यु हो गए। വചനം എഴുതിയിരിക്കുന്നു. वचन में लिखा है, ആ ഫറവോന്റെ കൊട്ടാരം തൊട്ട് फरओन के राजमहल से അതേ लेकर ഹല്ലേലൂയ തടവറയിൽ കിടക്കുന്ന തടവുകാരന്റെ ഭവനത്തിൽ നിലവിളി ഉയരുകയാ. जो उसके वहाँ चौकीदारी कर रहे हैं उनके घर तक എല്ലായിടത്തും കരച്ചിൽ ഉയരുകയാണ്. हर जगह रोना धोना है। സംഹാര ദൂതൻ ദേശത്ത് സഞ്ചരിക്കുകയാണ്. जो नष्ट करने वाली ഓരോ आत्माएं കുടുംബത്തിൽ वो ഓരോന്നിനെ കൊല്ലുകയാണ് സംഹാരദൂതൻ. एक एक घर के एक एक पहलौटे को मार रही അന്ന് थी। ദൈവ സംഹാരദൂതനോട് പറഞ്ഞു, पर परमेश्वर ने उससे कहा, രക്തമടയാളം എവിടെ ഉണ്ട്? जहाँ पे लहू का चिन्ह കുഞ്ഞാടിന്റെ होगा, രക്തം എവിടെ തളിച്ചിട്ടുണ്ട്? जहाँ जहाँ बच्चों ആ का लहू വീട്ടിൽ का നിനക്ക് चिन्ह കയറുവാൻ അനുവാദമില്ല. होगा, उस घर में तू प्रवेश नहीं कर सकता। യേശുവിന്റെ രക്തം നിന്റെ ജീവിതത്തിൽ അടയാളമായിട്ടുണ്ട്. परमेश्वर का जो लहू है वो നീ हमारे जीवन വിശ്വസിക്കുന്ന में ദൈവ പൈതലേ, एक चिन्ह है, ये आप विश्वास करना യോസ്കേൽ है। പ്രവചനത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, यहेजकेल में भविष्यवक्ता कहता है, അടയാളമുള്ളവനെ തൊടരുത്. जिनके ऊपर एक चिन्ह है, അടയാളമുള്ളവനെ തൊടരുത്. चिन्ह जिस पे യേശുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിന്റെ അടയാളമാണ്. परमेश्वर का लहू हमारे जीवन का चिन्ह है। യേശുവിന്റെ രക്തമാണ് നമ്മുടെ വിടുതൽ എന്ന് പറയുന്നത്. परमेश्वर का लहू हमारा യേശുവിന്റെ രക്തത്തിൽ നിനക്ക് സൂക്ഷിപ്പ് ലഭിക്കും ദൈവ പൈതലേ. परमेश्वर हमें उस लहू के द्वारा हमें അതുകൊണ്ട് संभालता ദൈവം है। എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. इसलिए आप हमेशा യേശുവിന്റെ രക്തത്തിൽ നാം ആശ്രയിക്കണം. परमेश्वर के लहू में हम സർവശക്തനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. परमेश्वर आपके साथ है। ദൈവമക്കളെ, ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുവന്നതൊക്കെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി praise जो the मैं Lord. प्रचार Hallelujah. करने के लिए लाया था वो मैं यही ദൈവം रखा है। തന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു. जो परमेश्वर ने दिया वो मैंने ഇന്ന് बोला। വൽക്കാലം ദൈവത്തിൽ ബലപ്പെടുക. आज के दिन परमेश्वर में आप बलवंत ആ हो। ദൈവമക്കളെ, ദൈവത്തിന് നമ്മൾ എങ്ങനെയൊക്കെ യാഗങ്ങളെ കഴിക്കണമെന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. वचन में लिखा है कि हमें कैसे कैसे याग ആ परमेश्वर को चढ़ाना സങ്കീർത്തനം चाहिए। 150 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. സങ്കീർത്തനം 150 അവസാനത്തെ സങ്കീർത്തനം. 150 जो भजन संगीत है वो അവിടെ घर जाके എങ്ങനെയൊക്കെ पढ़े। ദൈവത്തെ ആരാധിക്കണം അവിടെ എഴുതിയിട്ടുണ്ട്. वहाँ पे लिखा है कैसे कैसे परमेश्वर की आराधना करना ദൈവമക്കളെ, है। നമ്മൾ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം വായിച്ചുകൊണ്ട് ഇവിടെ നിർത്തുവാൻ जो ആഗ്രഹിക്കുകയാണ്. भजन संगीत आखिरी पद है उसको पढ़ के हम ആകിയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല, ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു.
इस कारण मैंने क्रोध में आकर शपथ खाई कि ये എബ്രായർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ ആർക്കെങ്കിലും വായി. എബ്രായർ 3:11. इब्रानियों 3 का 11 पढ़ेंगे അത് കഴിഞ്ഞിട്ട് 4-ന്റെ ഒന്നുകൂടെ ചേർത്ത് വായിക്കാം. और इब्रानियों 4 का 1 भी पढ़ेंगे. എബ്രായർ ലേഖനം ഏതാ 3-ാം അധ്യായം इब्रानियों 3 का 11. 3:11. ഈ സങ്കീർത്തനത്തിൽ നിന്ന് പൗലോസ് ഇവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്. यहाँ पे पौलुस ने भजन संगीता से उठाकर लिखा है. ഇസ്രായേലിനെ ദൈവം വിളിച്ചത് परमेश्वर ने इस्राएल को ഒരു बुलाया था സ്വസ്ഥത അനുഭവിക്കുവാനാണ്. एक विश्राम महसूस करने के ഇസ്രായേലിന്റെ लिए. സ്വസ്ഥത എന്ന് പറയുന്നത് കനാൻ ദേശമാണ്. इस्राएल का जो शांति से रह सकते थे वो कनान देश അവരുടെ था. പിതാക്കന്മാർ കർളി ചെയ്ത ദേശമാണ് കനാൻ ദേശം എന്ന് പറയുന്നത്. उनके जो पितृ लोग थे उन लोग ने देखा हुआ जगह था അബ്രഹാം कनान. ദൈവശബ്ദം കേട്ടിറങ്ങിയപ്പോൾ जब अब्राहम ने परमेश्वर का वचन को सुना, അബ്രഹാമിനെയും അവന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. परमेश्वर ने अब्राहम और उसकी संतानों को अनुग्रह ദൈവമക്കളെ, किया. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ദൈവത്തെ ആരാധിച്ച് ദൈവവചന പ്രകാരം ജീവിക്കണം. अगर हमारे बच्चों को आशीष मिलना है तो हम परमेश्वर के वचन के द्वारा जीना चाहिए. നമുക്ക് ചരിത്രം അറിയാതെ ഞാൻ ചരിത്രത്തിലേക്ക് ഇറങ്ങി പോകുന്നില്ല. हमें बाइबल में जो लिखा है उसके बारे में पता है. 430 വർഷം ഇസ്രായേലിൽ അടിമകളായി ഇസ്രായേൽ പാർക്കുകയാണ്. 430 साल वो लोग इस्राएल. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത പ്രകാരം 430 വർഷം കഴിയുമ്പോൾ നിന്റെ സന്തതിയെ ഞാൻ അവിടെ നിന്ന് പുറപ്പെടുവിക്കും. परमेश्वर का वचन था कि 430 साल बाद मिस्रैम से इस्राएल जनों को निकाल लेंगे. ദൈവത്തിന്റെ വചനപ്രകാരം 430 വർഷമായപ്പോൾ ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. परमेश्वर ने अपने वचन के अनुसार इस्राएल को मिस्र देश से छुड़ा അവർക്ക് लिया. കനാൻ ദേശം കൊടുക്കുവാനായി അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. उनको मिस्र देश से निकालकर कनान देश को परमेश्वर ले എന്നാൽ जाने के लिए ദൈവത്തിന്റെ गए. വചനത്തിൽ എഴുതിയിരിക്കുന്നു, पर परमेश्वर के वचन में लिखा അതെ, है അവർക്ക് പലർക്കും കനാൻ ദേശം ലഭിച്ചില്ല. उसमें से बहुत जनों को कनान देश नहीं 20 देखा. വയസ്സിന് മേലോട്ടുള്ള 6 ലക്ഷം ജനമാണ് ഇറങ്ങി തിരിച്ചത്. जब वो लोग निकले थे तो वो 6 लाख लोग थे. അത് 2 പേരൊഴിച്ച് ആർക്കും കനാൻ കിട്ടിയില്ല. उसमें से 2 जनों को ही कनान देश देखने को അത് मिला. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലും എബ്രായ ലേഖനത്തിൽ കിടന്ന് അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ദൈവം അരുളി ചെയ്തു. भजन संगीता और इब्रानियों में ऐसा लिखा है कि वो विश्राम स्थान में प्रवेश ना करने ദൈവം पाएंगे. അത് കനാൻ കൊടുക്കുവാനാണ് അവരെ പുറപ്പെടുവിച്ചതെങ്കിലും परमेश्वर ने कनान देश देने के लिए उनको वहां से ഇപ്പം निकाला പറയുന്നു, था. ഞാൻ അവർക്ക് കനാൻ കൊടുക്കത്തില്ല. अब कहता है कि मैं उनको कनान देश में ഞാൻ प्रवेश करने മരുഭൂമിയിൽ नहीं അവരെ दूंगा. കൊന്നുകളയും. मैं बीच में ही उनको मृत्यु കാരണം दे എന്റെ दूंगा. ദൈവത്തെ അവർ അവിശ്വസിച്ചു. क्योंकि उन्हें परमेश्वर पे विश्वास नहीं ദൈവത്തോട് किया. പാപം ചെയ്തു. उन्हें परमेश्वर किससे पाप യൂദ किया. എഴുതിയിരിക്കുന്നു, യൂദ यूदा ने लिखा है, പാപം ചെയ്തവരെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചിട്ടും പാപം ചെയ്തവരെ മരുഭൂമിയിൽ ദൈവം കൊന്നുകളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു. उसमें लिखा है जिनने पाप किया उन्हें परमेश्वर ने मरुभूमि में ही मृत्यु कर അവർ दिया. ചെയ്ത പാപം എന്തെന്ന് പൗലോസ് വിശദീകരിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:1 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ 1 कोरिन्थियों 10 के वहां से लिखा हुआ है कि उन्हें क्या क्या पाप को किया था. ആ പലവിധമായിരിക്കുന്ന പാപങ്ങൾ, 5 വിധ അനുഗ്രഹങ്ങളും 5 വിധ പാപങ്ങളും പൗലോസ് അവിടെ എഴുതിയിട്ടുണ്ട്. वहां पे 5 अनुग्रह और 5 पाप के बारे में അതിൽ लिखा ഏറ്റവും है. വലിയ പാപമായിരുന്നു അവിശ്വാസം എന്ന് പറയുന്നത്. उसमें सबसे बड़ा पाप था परमेश्वर पर विश्वास ना അവർ करना. ദൈവത്തെ അവിശ്വസിച്ചു. उन्हें परमेश्वर पर विश्वास नहीं किया. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് इसलिए परमेश्वर का वचन कहता है, എബ്രായർ 3:12, इब्रानियों 3 के 12 में, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. इसके 3 के 12 में लिखा है, हे भाइयों चौकस रहो कि तुम में ऐसा बुरा और अविश्वासी मन ना हो जो तुम्हें जीवते परमेश्वर से दूर हटा ले जाए. അവിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് പുറമുറുപ്പുകളും പലവിധ പരസംഗങ്ങൾ പലവിധമായിരിക്കുന്ന പാപങ്ങൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വന്നത്. इस्राएलियों के जीवन में बहुत सारे पाप उन्हें किया था. അത്ഭുതം കണ്ട ജനമാണ്. उनने अद्भुत कार्य को देखा എന്നാൽ था. ഒരു പ്രയാസം ജീവിതത്തിൽ വരുമ്പോൾ, पर एक कष्ट उनके ഒരു जीवन में പ്രതികൂലം आता है. ജീവിതത്തിൽ വരുമ്പോൾ, एक कष्ट उनके जीवन में അല്പം आए, നേരം വെള്ളം കിട്ടാതിരിക്കുമ്പോൾ, अगर थोड़े टाइम पानी ना അല്പം मिले, നേരം മാറിയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ अगर थोड़ा टाइम मारा जैसा അവർ पानी ദൈവത്തെ हो, അവിശ്വസിക്കുവാൻ वो തുടങ്ങി. लोग परमेश्वर पे विश्वास नहीं വിശ്വാസിയെ ദൈവത്തെ करते. അവിശ്വസിക്കരുത്.
जो विश्वासी जन है वो ദൈവത്തെ അവിശ്വസിക്കരുത്. परमेश्वर पे ദൈവം അത്ഭുതം ചെയ്യത്തില്ല നിനക്ക് വേണ്ടി. परमेश्वर आपके लिए अद्भुत ഏത് പ്രതികൂലമാണെങ്കിലോ, चाहे कैसी भी ഏത് परिस्थिति हो, കഠിനമായ ശോധനകളാണെങ്കിലോ, कैसी भी कठिन നീ परिस्थिति വിശ്വസിക്കുക. आप विश्वास करना എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യോ. आपका परमेश्वर आपके लिए अद्भुत എന്റെ कार्य പ്രാർത്ഥനയ്ക്ക് करेगा। ദൈവം മറുപടി തരും. आपकी प्रार्थना में എന്റെ परमेश्वर കുഞ്ഞുങ്ങളെ करेगा। ദൈവം അനുഗ്രഹിക്കും. आपके बच्चों को परमेश्वर आशीष പിശാച് देगा। അവിശ്വാസം അകത്തു കൊണ്ടുവരുമ്പോൾ जब शैतान अविश्वास നീ പറയണം, എന്റെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറുന്നവനല്ല. मेरा परमेश्वर जो वचन बोला है वो हटता नहीं है। കോരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, कोरिन्थियों में യഹോവയുടെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വേ എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ല എന്നൊരു ശബ്ദം ദൈവത്തിനില്ല. पौलुस ऐसा कहता है कि परमेश्वर ने जो भी वाचा दी है वो पूरा करता है, उसको ना नहीं कहता എത്ര कभी। പേര് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते എന്റെ हैं? ദൈവത്തിന്റെ വാക്ക് ഉവ്വേ എന്നാ. എന്റെ मेरे ദൈവത്തിന്റെ परमेश्वर വാക്ക് ഉവ്വേ എന്നാണ്. मेरे परमेश्वर का वचन हाँ है, അത് സംഭവിക്കും. वो जो कहता है वो होगा। ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूँ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. मैं परमेश्वर पर विश्वास അത് करता എന്റെ हूँ। സകല വിഷയത്തിന് ദൈവം പരിഹാരം വരുത്തും. मेरे हर एक विषय के ऊपर ഒരു परमेश्वर വിടുതൽ ദൈവം അയക്കും. परमेश्वर एक छुटकारा ദൈവം ചില देगा। പരിഹാരങ്ങളെ കൽപ്പിക്കും. परमेश्वर बहुत सी चीजों को അതിന്റെ बताएगा। അവിശ്വാസം ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക ദൈവ പൈതലേ. अपने जीवन से अविश्वास को हटा दे। എബ്രായർ 4:1 കാണുന്നു, इब्रानी 4:1 में लिखा അവന്റെ है, സ്വസ്ഥത പ്രവേശിപ്പുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ इसलिए जबकि उसके विश्राम में प्रवेश करने की प्रक्रिया अब तक ഇത് है। നമ്മോട് പറയുന്നതാ. ये हमसे कहता ഇത് है, ദൈവമക്കളാകുന്ന പുതിയ നിയമ വിശ്വാസിയോട് പറയുക. ये जो परमेश्वर के नए नियम के जो विश्वासी हैं उनसे ഇതെല്ലാം कहता है। വചനത്തിലേക്ക് ഒത്തിരി വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. अगर हम वचन की ओर जाएं तो बहुत सारी बातों को बताना है। ഇത് നമ്മളോട് സംസാരിക്കുക. ये परमेश्वर हमसे പഴയ कहता നിയമ है, ഇസ്രയേലിന്റെ ചരിത്രങ്ങളെ എടുത്തു കാണിച്ചിട്ട് जो पुराने नियम के इसराइलियों का बारे में അവരുടെ ജീവിതത്തിൽ വന്ന സംഭവങ്ങളെ എടുത്തു കാണിച്ചിട്ട് उनके जीवन में जो कुछ कठिनाइयां आई उसको दिखाकर അത് बताता 1 है। കൊരിന്ത്യർ 10 പൗലോസ് പറയുന്നു, 1 कोरिन्थियों 10 में पौलुस कहता है, അന്ത്യകാലം വന്നെത്തിയിരിക്കുന്ന നമുക്ക് जो अंत का समय अभी निकट आ ബുദ്ധി गया है, ഉപദേശത്തിനായി എഴുതിയിരിക്കുകയാണ്. यह आपको उपदेश के लिए लिखा അവർക്ക് है। ഭവിച്ചതുപോലെ നമുക്ക് ഭവിക്കാതിരിപ്പാൻ, जो उनके साथ हुआ वो आपके साथ ना हो। അവർക്ക് ദൈവത്തെ അവിശ്വസിച്ചത് കൊണ്ട് അവർക്ക് ദൈവത്തിന്റെ കരം പ്രതികൂലമായി. जो Praise उन्हें the Lord. विश्वास नहीं किया इसलिए परमेश्वर जो उनको दिया था, അവിശ്വാസം वो नहीं നിമിത്തം അവർക്ക് കനാനിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. किया। वो उनने अविश्वास किया इसलिए वो लोग प्रवेश नहीं അതിന് कर നല്ലൊരു पाए। ഉദാഹരണമാണ്. उसका एक बहुत अच्छा അത് उदाहरण है। ദേശം ഒറ്റുനോക്കുവാനായിട്ട് ചിലരെ പറഞ്ഞയക്കുകയാണ്. पर ദേശം കനാൻ ദേശം നോക്കുവാൻ. कनान देश को देखने के लिए परमेश्वर कुछ लोगों അത് को भेजता എങ്ങനെ है। ഉണ്ടെന്ന് നോക്കുവാൻ പോയി. എനിക്ക് ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ വെച്ച് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. एक जने जाकर അവർ उसको देखकर ദേശമൊക്കെ आए। നോക്കിയിട്ട് മടങ്ങി വന്നിട്ട് പറയുകയാണ്, उन्हें वो देश को देखकर वापस ഓ आके ദേശം बोले, നല്ല ദേശമാണ്, वो देश बहुत ही अच्छा സത്യമായി है, അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. वहाँ पे दूध और मधु बहता है। എന്നാൽ അവിടെ പാർക്കുന്നവർ മല്ലന്മാർ, അവർ രാക്ഷസന്മാരാണ്. पर वहाँ पे जो रहने वाले हैं वो राक्षस लोग हैं। ദൈവത്തെക്കാൾ വലുതായി നിന്റെ വിഷയത്തെ കാണരുതേ. परमेश्वर से बड़ा कोई विषय नहीं है। ദൈവത്തെക്കാൾ വലിയതായി പിശാചിനെ കാണരുത്. शैतान को परमेश्वर से बड़ा मत देखना। ദൈവത്തെക്കാൾ വലുതായിട്ട് നിന്റെ ജീവിതത്തിലെ യാതൊരു വിഷയത്തെ നീ കാണരുത്. परमेश्वर को आप नीचा मत समझिए। അവർ പറയുന്നത് നമുക്ക് ദേശം കൈവശമാക്കാൻ പറ്റത്തില്ല. वो लोग कहते हैं वो जो देश है वो हम अपने അവരുടെ आप नहीं ले അവിശ്വാസം सकते। നിമിത്തം കടക്കാൻ പറ്റിയില്ല. उनका जो अविश्वास उनके जीवन में आ गया इसलिए वो प्रवेश ദൈവം नहीं कर പറയാണ്, पाए। परमेश्वर कहता നിങ്ങൾ है അവിടെ കടക്കത്തില്ല. तुम लोग उसमें നിന്റെ प्रवेश नहीं कर തലമുറയെ पाओगे। ഞാൻ അവിടെ കടത്തും. जो आपकी നീ पीढ़ी है उसको मैं भेजूंगा। ദൈവമക്കളെ 40 വർഷം എന്തുകൊണ്ടാണ് ഇസ്രയേൽ മരുഭൂമി ചുറ്റി സഞ്ചരിച്ചെന്നറിയാമോ? 40 वर्ष तक परमेश्वर ने उनको मरुभूमि में क्यों അവരുടെ चलाया? മരുഭൂമിയുടെ നീളം കൂട്ടിയ ദൈവമല്ല, അവര് തന്നെ. उनका जो Praise the मरुभूमि Lord. का रास्ता था उन लोग नहीं ആത്മീയ ദൂതത്തിൽ അവിടെ കിടപ്പുണ്ട്. वहाँ पे बहुत ही आत्मिक നമ്മുടെ മരുഭൂമിയുടെ നീളം നമ്മൾ കൂട്ടരുത്. हमारे जो मरुभूमि की जो रास्ता है वो हमें नहीं बढ़ाना है। കട്ടതയുടെ സമയങ്ങളെ നമ്മൾ കൂട്ടരുത്. हम लोग अपने समय को नहीं बढ़ाना है। ദൈവമക്കളെ 40 ദിവസം കൊണ്ട് അവര് പോയി വന്നത്. वो लोग 40 दिन में जाकर वापस आ അത് गए ഒരു थे। ദിവസത്തെ ഒരു വർഷമായിട്ട് ദൈവം കണക്കിട്ടു. परमेश्वर ने एक दिन 1 वर्ष के समान रखा। 40 ദിവസം 40 വർഷം ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. 40 दिन 40 वर्ष हुआ കാര്യമെന്താ? ദൈവത്തെ അവിശ്വസിച്ചു. क्योंकि उन्हें परमेश्वर पे विश्वास नहीं അവിടുത്തെ किया। മല്ലന്മാരായിരിക്കുന്ന രാക്ഷസന്മാരെ നോക്കി उन लोग ने वहाँ के राक्षस लोग को എന്ന് देखा। യോശുവയും കാലേബും പറയുകയാണ്. वहाँ पे योशुआ और कालेब ദൈവത്തോട് कहते ചേർന്ന് हैं, നിൽക്കുന്നവൻ പറയുകയാണ്, जो परमेश्वर के साथ खड़े हैं, ദൈവത്തോട് कहते हैं, പറ്റിയിരിക്കുന്നവൻ പറയുകയാണ്, जो परमेश्वर के साथ है वो ദൈവത്തെ बोलते हैं, മുറുകെ പിടിച്ച്
എഴുതിയിരിക്കുന്നവൻ പറയാണ്, जिसने परमेश्वर को സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ പറയരുത്. तुम लोग ऐसा नहीं നമുക്ക് बोलना। ദേശം കൈവശമാക്കുവാൻ കഴിയൂ. वो देश हम अपने हाथ में रख सकते നമ്മുടെ हैं। ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, हमारा परमेश्वर अगर हमारे साथ है എന്റെ तो ദൈവത്താൽ, मेरे परमेश्वर എന്റെ के द्वारा, ദൈവത്താൽ मेरे ഞാൻ ഈ परमेश्वर മതിൽ के द्वारा ചാടിക്കടക്കും. मैं ये यहाँ से फान എന്റെ जाऊंगा। ദൈവത്താൽ ഞാൻ ശത്രുക്കളുടെ നേരെ പാഞ്ഞു ചെല്ലുമെന്ന് ദാവീദ് പറയുകയാണ്. वहाँ पे दाऊद कहता है मैं अपने परमेश्वर की शक्ति ദൈവമക്കളെ, के द्वारा ഇസ്രായേലിന് जाऊंगा। അവിശ്വാസ നിമിത്തം കനാനിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. इसराइल ने अविश्वास किया इसलिए वो कनान देश അവർ नहीं ചെയ്ത देख ഒത്തിരി पाए। പാപങ്ങളുണ്ട്. उनने बहुत सारे पाप അതിലൊരു किए। പാപമാണ് അവിശ്വാസം. उससे बड़ा पाप था ആ अविश्वास। 1 കൊരിന്ത്യർ 10:1 തൊട്ട് നിങ്ങൾ താഴോട്ട് വായിക്കുക. आप 1 कोरिन्थी 10 से नीचे को അവിടെ पढ़ेंगे എഴുതിയിരിക്കുന്ന तो ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. उसमें से कोई भी चीज हमारे ഒരു जीवन में പാപം नहीं നമ്മുടെ आना। ജീവിതത്തിൽ കടന്നു വരുത്. कोई भी पाप हमारे जीवन में അവർക്ക് नहीं കനാൻ आना നഷ്ടമായി. है। उनको कनान देश അതാ नष्ट പുതിയ हो നിയമത്തിൽ गया। കടന്നു വരുമ്പോൾ जब नए नियम में आते हैं तो ആ ദൈവമക്കളെ നമ്മൾ വായിച്ച 4:9 എബ്രായർ 4:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, इब्रानियों 4:9 में इस प्रकार लिखा है, ആകയാൽ ദൈവജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. वहाँ पे लिखा है जान लो कि परमेश्वर के लोगों के लिए सबत का विश्राम बाकी है। 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 11 में लिखा है, അതുകൊണ്ട് ആരും അനുസരിക്കേണ്ട സമസൃഷ്ടാന്തത്തിനൊപ്പം വീഴാതിരിക്കേണ്ട നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കാം. उसमें लिखा है अतः हम उस विश्राम में प्रवेश करने का प्रयत्न करें, ऐसा ना हो कि कोई जन उनके समान आज्ञा ना मानकर गिर ദൈവം पड़े। നമുക്കൊരു സ്വസ്ഥത വിശ്രാമം ഒരുക്കിയിരിക്കുന്ന വചനം പറയുന്നു. वचन में लिखा है परमेश्वर ने हमारे लिए एक विश्राम स्थान बनाया है। ദൈവമക്കൾക്ക് ലഭിക്കുന്ന പല വിശ്രമങ്ങളുണ്ട്, സ്വസ്ഥതകളുണ്ട്. परमेश्वर के बच्चों को देने के लिए बहुत ही विश्राम അതിലൊന്നാണ് चाहिए है। രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ വരുമ്പോൾ നമ്മുടെ അകത്തനുഭവിക്കുന്ന ദൈവിക സമാധാനമാകുന്ന സ്വസ്ഥത. वही है जो अब हम परमेश्वर को उद्धार पाकर बपतिस्मा लेकर उसकी उपस्थिति में रहते Praise the Lord. हैं, जो खुशी हमें मिलती Yes. है वो ही परमेश्वर की उपस्थिति, അതൊരു വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. वो एक विश्वासी के पास ही है। എന്തെല്ലാം പ്രതികൂലമാഞ്ഞടിച്ചാലും, कोई भी प्रतिकूल अवस्था है, എത്ര കഷ്ടങ്ങൾ വന്നാലും, कितना भी दुख എത്ര आए, ശോധന വന്നാലും, कितना भी दुख എത്ര आए, പരീക്ഷകൾ വന്നാലും, कितनी भी परीक्षा, യഹോവയുടെ സന്നിധിയിലിരുന്ന് अगर आप परमेश्वर की വിഷയങ്ങളെല്ലാം ആ उपस्थिति में പാദപീഠത്തിൽ വെച്ച് उसके हाथों में सारे നീ ഒന്ന് विषय കരഞ്ഞിട്ട് रहेंगे, എഴുന്നേറ്റ് കഴിയുമ്പോൾ, रोकर जब उठेंगे तो നീ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ, प्रार्थना करके സകല उठेंगे तो ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്നെന്ന് പൗലോസ് ഫിലിപ്പിയർ 4 എഴുതിയിരിക്കുകയാണ്. वचन में ऐसा लिखा है कि आप जब प्रार्थना करके उठेंगे जो परमेश्वर का समाधान और जो परमेश्वर की शांति है वो आपके अंदर आ जाएगी। ദൈവമക്കളെ, ലോക മനുഷ്യൻ സമാധാനമില്ലാതെ यहाँ पे जो दुनिया के जन है वो उनको शांति नहीं है। വിഷയങ്ങളുടെ ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. एक एक न्यूज को हम सुनते हैं तो हम ഉന്നത घबरा जाते ഉന്നത हैं। സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ जो बहुत ही हाई पोस्ट में बैठे തങ്ങളുടെ हुए लोग ജീവനെ തന്നെ ഒതുക്കി കെട്ടിച്ചാന്ന് ചുത്തുന്നോ അല്ലെങ്കിൽ പല വിധത്തിൽ അവര് തന്നെ അവരുടെ ജീവനെ എടുത്തു കളയുമ്പോൾ, कुछ लोग अपने आप को अपना जीवन ले लेते हैं। വിശ്വാസിയെ നമുക്ക് നമ്മുടെ കർത്താവ് സമാധാനം തന്നു. हम विश्वासी जनों को परमेश्वर ने अपनी നമ്മുടെ शांति को ദൈവമാണ് दिया നമ്മെ है। നിലനിർത്തിയത്. हमारे परमेश्वर ने आज तक हमें रखा है। പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, हमारे जीवन में कष्ट പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, हमारे जीवन में ഘട്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, कष्ट नहीं है, ऐसा വേദന ഇല്ലാഞ്ഞിട്ടല്ല, दर्द नहीं है, ऐसा नहीं है। ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണ്. ഈ സമാധാനമുള്ള ഒരു സ്തോത്രം പറയൂ. शांति के साथ हम പിശാച് धन्यवाद കേൾക്കട്ടെന്ന്. शैतान को എന്റെ അകത്ത് ദൈവത്തിന്റെ സ്വസ്ഥതയുണ്ട്. परमेश्वर की शांति हमारे अंदर है। അടുത്തൊരു സ്വസ്ഥത നമുക്ക് വെച്ചിട്ടുണ്ട്. परमेश्वर ने एक और विश्राम ഒരു रखा है। ശബത്തിന്റെ അനുഭവം വെച്ചിട്ടുണ്ടെന്ന. एक सबत का दिन परमेश्वर ने ശബത്ത് എന്ന് रखा है। പറഞ്ഞാൽ വിശ്രമം എന്ന. उस सबत का मतलब है विश्राम। ഇസ്രായേലിനോട് ബന്ധത്തിൽ ദൈവത്തെ ആരാധിക പല കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലോ इस्राएल के उसमें देखा जाए तो बहुत सारी बातें പുതിയ हैं। നിയമത്തിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്, नए नियम में पौलुस ने लिखा है, ദൈവത്തിന്റെ ജനത്തിന് परमेश्वर के जन ഒരു को ശബത്ത് ദിവസം അല്ല ശബത്ത് അനുഭവം ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. परमेश्वर ने एक विश्राम सबत को നിങ്ങൾ ആ रखा है। സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്ക എന്ന് വചനം പറയുന്നു. वचन में लिखा है कि तुम उसमें प्रवेश करने के लिए प्रयत्न വളരെ करो। താക്കീതുള്ള ഭയപ്പെടേണ്ട ഒരു ദൂതാണ് എബ്രായർ 4:1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ. जो बहुत ही मतलब हमें विश्वास करने वाला एक दूत है ഇസ്രായേലിൽ സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. इस्राएल के साथ वो हमारे साथ नहीं മരുഭൂമിയിൽ है। പട്ടുപോകരുത്. आप मरुभूमि में गिर नहीं വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക. विश्वास में मजबूत रहना കഷ്ടങ്ങളെ है। സാരമില്ലെന്ന് എണ്ണുക. जब कष्ट आपके जीवन में आए तो वो कोई बात नहीं कहना ദൈവങ്ങളെ, है। ഈ സ്വസ്ഥത ഏതാണ്? यही विश्राम है। ഏതാണ് നമ്മുടെ സ്വസ്ഥത? हमारा विश्राम क्या है? 1000 ആണ്ട് വാഴ്ച,
100,000 साल हम जिएंगे। 1000 വർഷം യേശുവിനോട് വാഴാൻ പോകുന്ന ഒരു സ്വസ്ഥതയാണ് ദൈവമക്കളെ ഒരു ശബത്തനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത്. जो सबत का अनुभव बता रहे हैं वो परमेश्वर പൗലോസ് के പറയുന്നു, साथ നിങ്ങൾ 1000 साल പേടിക്ക്, पौलुस कहता है നിങ്ങൾ ഭയപ്പെട്, तुम लोग डरो, നിങ്ങൾക്ക് അത് ലഭിക്കണം, ഇല്ലെങ്കിൽ വളരെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. अगर आप वो प्राप्त नहीं करते तो आपको बहुत बड़ा नष्ट हो ഇല്ലെങ്കിൽ जाएगा, കിട്ടുന്ന നരകമാണ്. नहीं तो आपको नरक പിന്നെ मिलेगा, പോകുന്നത് നരകത്തിലോട്ടാ, फिर आप नरक की ओर जाएंगे। യാതന സ്ഥലത്താ പോകുന്നത്. आप लोग याग जहाँ अर्पित करते हैं वहां जाएं, അതുകൊണ്ട് ഭയപ്പെട്. इसलिए आप डरो। നമുക്കൊരു സ്വസ്ഥത ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. परमेश्वर ने एक विश्राम हमारे लिए दिया। 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ जब वो 1000 साल परमेश्वर के साथ रहेंगे तो പിന്നെ പുതുവാന ഭൂമിയിൽ അങ്ങ് അനുഭവിക്കുക നമ്മൾ. फिर हम वो परमेश्वर के साथ हम अनुभव അത് ഏറ്റവും करेंगे। കുറഞ്ഞ 33,000 കോടി വർഷം എന്ന വേദശാസ്ത്രന്മാർ പറയുന്നത്. वेद शास्त्र लोग बोलते हैं वो 33 करोड़ साल के बराबर അത് ഈ है। ഭൂമിയിലെ പുതുവാന ഭൂമിയിലെ വാസമാ പറയുന്നത്. वो एक नए भूमि का रहने का समय है। നിത്യത ഇതുവരെ തുടങ്ങിയിട്ടില്ല. अभी तक परमेश्वर का അത് കഴിയുമ്പോൾ शुरू नहीं हुआ है। നിത്യമായ വിശ്രാമത്തിൽ നടക്കാൻ പോകുകയാണ്. परमेश्वर एक बहुत बड़ा विश्राम दिन देने ദൈവത്തെ वाला है। ഭയപ്പെട്, परमेश्वर को डरो, ദൈവത്തെ ഭയപ്പെട്. परमेश्वर का भय ആ मानो। സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. जो परमेश्वर के साथ रहना है उसके लिए हमें प्रयत्न करना है। ഇസ്രായേൽ സംഭവിച്ച പോലെ നമുക്ക് സംഭവിക്കരുത്. जो इस्राएल के साथ हुआ वो हमारे साथ नहीं होना നമ്മുടെ चाहिए। ദൈവം വിശ്വസ്തനാ, हमारा परमेश्वर विश्वास योग्य നമ്മുടെ है। ദൈവം വിശ്വസ്തനാ. हमारा परमेश्वर विश्वास योग्य അവൻ है। പരീക്ഷയും वो हर एक परीक्षा में പോക്ക് വഴിയും ഉണ്ടാക്കി തരും. वो हर एक चीज में आने जाने का रास्ता बना के 1 കൊരിന്ത്യർ 10 അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. आप 1 कोरिन्थियों 10 अध्याय घर അവിടെ जाके എഴുതിയിട്ടുണ്ട്, पढ़िए। वहाँ पे लिखा ദൈവം है വിശ്വസ്തൻ. परमेश्वर विश्वास ദൈവം योग्य നിന്റെ है। ജീവിതത്തിൽ വിശ്വസ്തൻ. परमेश्वर आपके जीवन में विश्वास വിശ്വാസി योग्य നിനക്കൊരു है। ഘട്ടം തരുന്നെങ്കിൽ, अगर परमेश्वर आपके जीवन में एक നിനക്കൊരു कष्ट പരീക്ഷ देता है, തരുന്നെങ്കിൽ आपके जीवन में एक അത് परीक्षा आपको സഹിക്കുവാനുള്ള देता है, കൃപയും നിനക്ക് തരും. आपको वो सहने की शक्ति भी परमेश्वर ഇത് देगा। ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ये परमेश्वर का विश्वस्ता है। അതേ ദൈവമക്കളെ ഇസാക്കിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയവൻ. इसहाक के लिए परमेश्वर ने एक बछड़े को तैयार നിന്റെ किया। വിഷയത്തിന് പരിഹാരങ്ങൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. आपके हर एक विषय के लिए परमेश्वर उत्तर ദൈവം देगा। വിശ്വസ്തൻ. परमेश्वर विश्वास योग्य है। പുറകരുത്, आप लोग ये അവിശ്വസിക്കരുത്, आप लोग अविश्वास ना ദൈവത്തിൽ करना, വിശ്വസിക്കുക. परमेश्वर पर विश्वास ഈ कीजिए। വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर आप सबको आशीषित നമ്മുടെ करे। കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. हमारे हाथों को उठाकर ഹല്ലേലൂയ, धन्यवाद करें। പ്രൈസ് ദി ലോർഡ്.